അറിയാവുന്ന ചൂരൽമല എന്ന് പറയുന്ന മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഈ കഴിഞ്ഞ വർഷം ജൂലൈ 30 രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്റെ വീടിന്റെ അവിടുന്ന് ഒരു ലേറ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ ഇങ്ങനെ കാണാം ഇതിങ്ങനെ മലകളൊക്കെ ഇങ്ങനെ കാണാം. ഞങ്ങൾക്ക് അനുഭവപ്പെട്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അത് നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന ഒരു ശബ്ദം, ഈ ഒരു ചെറിയ തരിപ്പ്, ഈ റോഡ് ഇഞ്ചിനൊക്കെ പോകുമ്പോൾ ഒരു തരിപ്പുണ്ടാവും, അത്, പിന്നെ ചെറിയൊരു കാറ്റ്, പിന്നെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചി മഞ്ഞൾ എന്നൊക്കെ ഒരു സ്മെല്ല്. അപ്പോഴാണ് എന്റെ മരുമോള് പിന്നെ അവിടുന്ന് മോന് വിളിക്കുന്നു, മൂത്ത മോന് വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പച്ചി ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ പോയി ഉപ്പച്ചിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്കാണ്ട് വരാൻ വയ്യ, കാരണം പിന്നെ എല്ലാം ഒലിച്ചു പോവാണ്, അതിൽ ചാടി ഒരുത്തനെ ഇപ്പൊ രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും രാവിലെ ആകാതെ ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ള അവസ്ഥ. ഈ ചൂരൽമലയും മറ്റേ മുണ്ടക്കയൊക്കെ യോജിപ്പിക്കുന്ന വലിയ പാല, അതൊന്നായിട്ട് ആദ്യം ഒലിച്ചു പോയപ്പോൾ ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യാത്ത ഒരവസ്ഥയായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, രാവിലെ എല്ലാവരും ഇവരെ രക്ഷപ്പെടുത്താന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. 10, 11, 12 3 വാർഡുകൾ കംപ്ലീറ്റ് തുടച്ചു നീക്കി ആണ്ട് കൊണ്ടുപോയി. അതില് എന്റെ അനുജന്റെ മകള്, കുട്ടി, പിന്നെ അവളെ ഭർത്താവ്, അവളെ പിന്നെ ഉപ്പ, ഉമ്മ, അമ്മോസൻ, അമ്മായിമ്മ, ഇവരെല്ലാരും കൂടി ആ പൂക്ക് പോയതാ. പിന്നെ അവിടെ ചെന്ന് മരൂപിയാണ് കാണുന്നത്. പിന്നെ എന്റെ അനിയന്റെ കുട്ടീനെ കിട്ടിയത് പകുതിയായിട്ടാ. അത് 5 കിലോമീറ്റർ അപ്പുറത്ത് പോത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് കിട്ടുന്നത്. മരുമാനെ കിട്ടുന്നത് ഈ തോട് വേറൊരു വഴിക്ക് പോയിട്ട് അവിടെ കിട്ടുന്നു. ഇവിടെ ഒരു ചെറിയ പൊട്ട് മാത്രമുള്ള പക്ഷെ മരിച്ചിരുന്നു. പക്ഷെ കുഞ്ഞിനെ കിട്ടുമോ എന്നുള്ള ഒരു 4 ദിവസം ഇവര് തെരഞ്ഞു നോക്കി. അപ്പോ ഓരോ കുട്ടീനെയും കൊണ്ടുവരുമ്പോ, ഇതാ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് വേഗം വാ എന്ന് പറയുമ്പോ എന്റെ അനിയന് ഓടിച്ചെന്ന് നോക്കുമ്പോ ഒരു കുട്ടീന്റെ 2 കയ്യുമില്ല. അങ്ങനെ ഓരോ തരത്തിലുള്ള കുട്ടികളെ ഞാൻ കാണുന്നത്, കാരണം ചീർത്തിട്ട് കുറെ വലുതായിട്ടുള്ള കുട്ടികളെ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു പാടാണ്. ഈ കൈ, കാല്, ഈ അവയവങ്ങൾ ഇതൊക്കെ മറവ് ചെയ്തിട്ട് സർവമത പ്രാർത്ഥന, എല്ലാരും കൂടി സർവമത പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് അടക്കം ചെയ്തത്. എല്ലാ കബറിലും എല്ലാ ശ്മശാനങ്ങളിലൊക്കെ നമ്മളെ പേരുണ്ടാവൂലേ, പക്ഷെ ഇവിടെ നമ്പറുകളാ. A1, A2, A3, A4. മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല, ആണില്ല, പെണ്ണില്ല, എല്ലാ പീസുകൾ മാത്രം. അതിലൊന്ന് DNA ടെസ്റ്റ് വന്നപ്പോ എന്റെ അനുജന്റെ പേരക്കുട്ടിയാണെന്നുള്ള മനസ്സിലായത് അവരുമ്മയാണെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ അവിടെ ചെന്നിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്തു. പിന്നെ അവരുടെ കുടുംബത്തിൽ നിന്നും പോയിട്ടുണ്ട് ഒരു 10-15 എണ്ണം. ചേച്ചി, ഈ പിന്നെ അതിരുതർക്കം എന്റെ ഈ ഫോണിലുണ്ട്. ആ അതിരുതർക്കത്തിന് പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കും പോലീസിനും ഒക്കെ കൊടുത്തൊരു പരാതിന്റെ ഇതിലുണ്ട്. ഒരു അലമാര ഒലിച്ചു വന്നപ്പോ അതിൽ ബുക്കും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഈ തർക്കത്തിന്റെ ഈ ലെറ്റർ മാത്രം കിട്ടി. അതെന്റെ അടുത്തുണ്ട്. അതിരുമില്ല, വാദിയില്ല, പ്രതിയില്ല, ആ സ്ഥലം ഒന്നുമില്ല, ലെറ്റർ മാത്രം ബാക്കിയായി. അതിനു വേണ്ടി തർക്കിക്കുന്നവർക്കുള്ള ഒരു വലിയ പാടാണ്. അനവധി പാഠങ്ങൾ നമുക്ക് പഠിക്കാനുള്ള വലിയൊരു ദുരന്തം. ആ ദുരന്തത്തിൽ നിന്ന് 1500ഓളം കുടുംബങ്ങളെ വഴിയാധാരമാക്കുകയും 400ഓളം ആളുകൾ മരിക്കുകയും ഇനിയും 50ഓളം ആളുകളെ കിട്ടാനുമുണ്ട്.